ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വ്ളോഗ് എടുത്തിരിക്കുകയാണ്. ഒരു സ്ലൈസ് ഓഫ് എ ഡേ ആണ്. അപ്പം ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ടൊന്ന് അമ്പലത്തിലൊക്കെ ഇന്ന് പോയിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാനായിട്ടിരുന്നു. കുറച്ച് പ്രൊഡക്റ്റീവ് ആകാമെന്ന് വിചാരിക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വലുതായിട്ടൊന്നും എഴുതിയിട്ടില്ല, സിമ്പിളായിട്ടുള്ള ടാസ്കുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതായത് ക്ലീനിങ്, അങ്ങനത്തെ ചെറിയ ബയോളജിയുടെ ഒരു 2 ചാപ്റ്റർ പഠിക്കുക. അങ്ങനെ 2 ചാപ്റ്ററൊന്നും ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ തുടക്കമായത് കാരണം ചെറിയ ചെറിയ ഐറ്റംസ് ചെയ്തിട്ട്, അതായത് നമ്മൾക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെയും നമുക്ക് ചെയ്യാനായിട്ടാകും. അതായത് നമ്മൾ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് ശ്രമിക്കുകയാണല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകൾ മാത്രം എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആയിരിക്കുമല്ലോ നമ്മൾ എഴുതി വെക്കുക. അത്ര ഉറപ്പുള്ളത് മാത്രം എഴുതുവാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആകാനായിട്ട് നമ്മുടെ സ്റ്റഡി ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ എത്ര ദിവസമായി സ്റ്റഡി ടേബിളിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയിട്ടെന്ന്. അപ്പം ബെഡിലോട്ട് കൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ നേരെ കൊണ്ട് സ്റ്റഡി ടേബിളിലോട്ടാണ് കേട്ടോ വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇനി ഈ സ്റ്റഡി ടേബിളിൽ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ബെഡിലോട്ട് മാറ്റും. അങ്ങനെ നമ്മൾ മാറ്റി മാറ്റിയാണ്. ഞാനൊരു തവണ ഇങ്ങനെ ഏതോ ഒരു ചാനൽ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒന്നുകിൽ എൻ്റെ സ്റ്റഡി ടേബിൾ ക്ലീൻ ആയിരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ ബെഡ് ക്ലീൻ ആയിരിക്കും, രണ്ടും കൂടെ ഒരുമിച്ച് ക്ലീൻ ആയിരിക്കും അല്ലെന്നൊക്കെ. അപ്പോൾ സെയിം അവസ്ഥയാണ് എൻ്റെയും. അപ്പം പിന്നെ ഞാനെല്ലാം ഷെൽഫിലോട്ടൊക്കെ തള്ളി തള്ളി ഇപ്പം രണ്ടും കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് പിന്നെ ഈ അവസ്ഥ തന്നെ ആകും കേട്ടോ. അപ്പം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സ്റ്റഡി ടേബിൾ ക്ലീൻ ആക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനായിട്ടൊരു മോട്ടിവേഷനൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെയാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ടു ഡു ലിസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം എഴുതുക. സ്റ്റഡി ടേബിൾ ക്ലീൻ ആക്കുമ്പോൾ എന്തായാലും കുറച്ച് പ്രൊഡക്ടിവിറ്റി ഒക്കെ തോന്നും. അതുപോലെ തന്നെ ക്ലീൻ ആക്കി കഴിയുമ്പോഴത്തേനും അവിടെ ഇരുന്നൊന്ന് പഠിക്കാനായിട്ടൊക്കെ തോന്നും കേട്ടോ. അപ്പം അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുറേ വേണ്ടാത്തതും വേണ്ടുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ആ സ്റ്റഡി ടേബിളിൽ. അത് കപ്പ്, പിന്നെ അതുപോലെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ പീസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ ലൈറ്റ് മ്യൂസിക്കുകൾ ഇടാറുണ്ട്. ഇപ്പോൾ ഈ ലൈറ്റ് മ്യൂസിക് ഇടുമ്പോൾ പിന്നെ നമ്മൾ ഹോൾ വീടൊക്കെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ എനർജറ്റിക് പാട്ടുകൾ ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതായത് എനർജറ്റിക് പാട്ടൊക്കെ ഇടുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാനായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു ലൈറ്റ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡ് കുറച്ചുകൂടെ കാമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ കുറച്ച് ലാഗിങ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഏരിയ ഉള്ളത് കാരണം ഞാൻ ലൈറ്റ് മ്യൂസിക് ഇട്ടിട്ടാണ് ഇത് കേട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാനായിട്ടിരുന്നു. ഞാൻ ബയോളജിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൈലത്തിൻ്റെ ഒരു മാമാണ് റാണി സംഗീത മാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്ലാസ്. അപ്പം ആ മാമിൻ്റെയാണ് ഞാൻ, അതായത് പ്രൊഡക്റ്റീവ് ആകാനായിട്ട് ബയോളജിയാണ് എപ്പോഴും ഞാൻ സെലക്ട് ചെയ്യാറ്. കാരണം നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ളതാണല്ലോ എടുക്കുക. അപ്പോൾ ആ മാമിൻ്റെ ക്ലാസ് ആയിരിക്കും ഞാൻ എപ്പോഴും കാണുക. അപ്പോൾ ബഷീർ സാറ്, അപ്പോൾ സൈലത്തിൻ്റെ 2 ഫാക്കൽറ്റീസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിനറിൽ ഇഷ്ടമാണ് അർച്ചന മിസ്. പക്ഷേ നീറ്റ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് സൈലായത് കാരണം ഞാൻ അവരുടെയാണ് കാണാറുള്ളത്. അപ്പം NCERT ലൈൻ ബൈ ലൈൻ, മാമിന് ഫുൾ ലൈൻ ബൈ ലൈൻ അറിയാൻ തോന്നുന്നു. നമ്മൾ തന്നെ അതിശയിച്ചു കറക്റ്റ് ഈ പേജ് നമ്പറൊക്കെ പറയുമ്പോൾ. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും, ആ ലൈൻ വരെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര അടിപൊളിയാണ്. അങ്ങനെ ക്ലാസ്സൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കണ്ടത് അനാട്ടമി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ കണ്ടത്. +1 പോർഷൻ ആയത് കാരണം കുറച്ച് കത്താനായിട്ട് കുറച്ച് താമസമുണ്ട്, കാരണം മറന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ +2 ആണെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ ഓർമ്മ വരും. പക്ഷേ +1 ആയത് കാരണം അത്ര വലിയ ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് കത്തി, പിന്നെ ഞാൻ റിവൈൻഡ് അടിച്ച് നോക്കിയാണ് കേട്ടോ പിന്നെയും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അത് നമ്മൾ അത്യാവശ്യം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ റൂമിൽ ഒരു ഡെക്കോർ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു പെയിൻറ്റിങ്. അപ്പം അതിൻ്റെ വർക്കിലേക്ക് പിന്നെ പോയി കേട്ടോ. കാരണം നമ്മൾ ഫോൺ ഒഴിവാക്കാനാണല്ലോ കുറച്ചുകൂടെ പ്രൊഡക്ടിവിറ്റി എൻ്റെ ഒരു ഇതിൽ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ഫോൺ ഒഴിവാക്കാനായിട്ട് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്തു. എൻ്റെ ബെഡിൻ്റെ പുറകിലത്തേൽ വോളിൽ വെക്കാനായിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആ ഒരു വോളിൽ അത്യാവശ്യം ഫുള്ള് കവർ ചെയ്ത് നിൽക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഞാനൊരു ഗ്രീൻ കളർ മേക്ക് ഓവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ബെഡ്റൂമിൽ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു റെഫറൻസ് ആണ്. എൻ്റെ ജേർണലിൻ്റെ ഈ ഡിസൈൻ തന്നെ സെയിം ബ്ലൂ കളറായിരുന്നു കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അടിപൊളിയായിട്ട് അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ട് തന്നെ വന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഗ്രീൻ കളർ മേക്ക് ഓവർ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോൾ പിൻട്രസ്റ്റ് എടുത്താലും എപ്പോഴും ഗ്രീൻ ആയിട്ടായിരിക്കും റൂംസൊക്കെ കാണുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ച് വെച്ച് ഞാൻ കളക്ട് ചെയ്യുന്നുണ്ട്. വലിയതായിട്ടൊന്നുമില്ല, എന്നാലും നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള
ഇതാണ്. അപ്പോൾ ഈ ഇത് തന്നെ കാർഡ്ബോർഡ് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൽ നമ്മുടെ ബുക്ക് പേപ്പർ ഉണ്ടല്ലോ അത് വൈറ്റ് ഒട്ടിച്ചിട്ടാണ് എൻ്റെ കയ്യിൽ. മറ്റേ A4 സൈസ് ഞാൻ കണ്ടില്ല കേട്ടോ, കുറേ തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയത് കാരണം നമുക്ക് ഇഷ്ടംപോലെ നോട്ട് ബുക്സുകൾ മിച്ചമുണ്ടല്ലോ, അത് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ട പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ.